ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ എൻ്റെ ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നെയ്ച്ചോറാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ചോറ് വെക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നെയ്ച്ചോറ് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേനു. പിന്നെ ഇന്ന് കിട്ടിയിട്ടുള്ള മീൻ ഇതിവിടെ പ്യാപ്പിള മീൻ എന്നിട്ടാ പറയുക. ചില സ്ഥലത്ത് കിളിമീൻ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മീൻ ഞാൻ വാങ്ങിക്കൽ കുറവ്. എന്താ വെച്ചാൽ എനിക്കിതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ചെറിയ മീനാണെങ്കിലും ഇതിങ്ങനെ പരന്ന് നല്ല നീളം വെച്ച് വരും. മൊത്തത്തിൽ ആ മീനിൻ്റെ ആ ഒരു ഭംഗി തന്നെ അങ്ങ് നഷ്ടപ്പെടും കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ഈ ഒരു മീൻ വാങ്ങിക്കൽ കുറവാണ്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ മുകളിലുള്ള ഈ ചെതമ്പൽ എന്ന് പറയും. ചെതമ്പൽ എന്ന് ചില സ്ഥലങ്ങളിൽ പറയുന്നത് നമ്മളിവിടെ കണ്ണൂർ മീനിൻ്റെ തൂളി എന്നിട്ടാണ് പറയുക. അതെനിക്ക് കത്തി വെച്ചിട്ടായാലും കത്രിക വെച്ചിട്ടായാലും എങ്ങനെയായാലും പെട്ടെന്നൊന്നും അത് പോയി കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ് മീൻ മൊത്തത്തിലങ്ങ് എന്താ പറയുക നീളം വെച്ചിട്ട് എല്ലാം പലക പോലെ ആയിട്ട് വരും. അങ്ങനെ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ചെതമ്പൽ പെട്ടെന്ന് തന്നെ പോയി കിട്ടുമെന്ന്. അപ്പോൾ അതുപോലെയാണ് ഞാൻ ഇന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മീൻ ഇത് നന്നായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിവിടെ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് മീനിൽ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഏത് മീനായാലും കട്ട് ചെയ്ത് കഴുകി എടുത്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഒന്ന് ഉപ്പ് പുരട്ടി വെക്കും. നമ്മൾ ഇന്ന് വെക്കുന്ന മീനാണെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന മീനാണെങ്കിൽ അതിലൊന്നും ഉപ്പ് വരക്കില്ല കേട്ടോ. അങ്ങനെ ഇതിൽ നിന്ന് ഞാൻ ഇവിടെ 3 എണ്ണം ഫ്രൈ ചെയ്യാനായിട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു തെറ്റ് പറ്റി. മൊത്തത്തിൽ മീൻ ഞാൻ വരഞ്ഞു കൊടുത്തു. അത് ഓർക്കാതെ ഞാൻ ചെയ്തു പോയതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്യുന്ന മീൻ മാത്രം വരഞ്ഞു കൊടുത്താൽ മതി. എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള മീനെല്ലാം വേവ് കുറവായത് കാരണം അതിൽ നിന്ന് അതിൻ്റെ ആ ഒരു മാംസമെല്ലാം ഒന്ന് ഇളകി വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ആ ഒരു മസാലയിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ ഈ ഒരു കറിയെല്ലാം തയ്യാറാക്കുന്ന ആ ഒരു സമയം ഒന്ന് എന്താ പറയുക മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ബാക്കിയുള്ള മീൻ ഞാൻ ഇവിടെ കറി വെക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതാ മൊത്തത്തിൽ അങ്ങ് വരഞ്ഞു കൊടുത്തു. അതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഇഞ്ചിയും പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും 2 കറിവേപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തക്കാളിയാണ്. തക്കാളി ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ട് അടിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ഇങ്ങനെ എന്താ പറയുക മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂണോളം എന്താ പറയുക മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പൊടികളുടെ പച്ചക്കുത്തലൊന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളിവെള്ളം ഞാൻ നേരത്തെ തന്നെ പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കട്ടിയുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ പുളിയൊക്കെ നമുക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അതിന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതവിടെ മീനിത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെളിച്ചെണ്ണയില്ല കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്ന. അങ്ങനത്തെ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് സ്പൂണിന് ഇട്ട് കൊടുക്കേണ്ട, നമ്മളിതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. ചുറ്റിച്ച് കൊടുത്തിട്ടൊന്ന് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മീനിന് ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ സ്പൂൺ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇതിൽ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് കൈ പൊള്ളിയ കാരണം ഞാൻ സ്പൂൺ ഇട്ടിട്ടാണ്, ചട്ടി നല്ല ചൂടുള്ള ചട്ടി ആയത് കാരണം കൈ നന്നായിട്ട് അങ്ങ് പൊള്ളിയ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ സ്പൂൺ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതവിടെ മൂടി വെച്ച് കൊടുത്തു. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കറി ഇതവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ മൺചട്ടി ആയത് കാരണം ഒന്നുകൂടി കുറുകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഇത്രയും ലൂസിൽ ഞാൻ കറി ഓഫാക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതിവിടെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം.
അങ്ങനെ ഇതാ നമ്മുടെ മീൻ ഇത് ഇവിടെ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് പണി കിട്ടി. എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു പാത്രം കുറച്ചായിട്ട് ഉപയോഗിക്കലില്ലേനു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, മീൻ മൊത്തത്തിൽ അങ്ങ് പൊടിഞ്ഞു പോയിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ എങ്ങനെയായാലും ഈ ഒരു മീൻ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. സാധാരണ ഇത് മുറിച്ചെടുക്കുന്ന സമയത്താണ് പ്രശ്നം ഉണ്ടായാൽ. ഇതിപ്പോൾ നല്ല കറക്റ്റായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറ്റിയേട്ടാ. പിന്നെ ഞാൻ ഇതിവിടെ മുട്ടയൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി 3 മുട്ടയിലേക്ക് ഒരിത്തിരി ഉപ്പും അതുപോലെ തന്നെ 2 കാന്താരി മുളകും പിന്നെ ഒരു ചെറിയ കഷ്ണം സവാളയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ട വറുത്തെടുക്കുന്ന സമയത്ത് ഒഴിച്ചിട്ട് അപ്പം തന്നെ വറുത്തെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ സവാള വേറെ മുട്ട വേറെ എന്താ പറയുക മുളക് വേറെ ആയിട്ടാണ് കിടക്കുക. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ചിക്കി കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മുട്ട ഇത് നല്ല പാകത്തിന് തന്നെ ഞാനിതാ ഇവിടെ ചിക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ മുട്ട വറവും ഇതാ ഇവിടെ തയ്യാറായി. പിന്നെ ഞാൻ ഇതവിടെ ഒരു സലാഡ് കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കുക്കുംബർ ഇതാ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള കട്ട് ചെയ്തതും ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി മുളക് കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് എടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഒപ്പം തന്നെ ഇതിലേക്ക് എന്താ പറയുക ഒരു ചെറുനാരങ്ങയുടെ പകുതി നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരു പെടാതെ ശ്രദ്ധിക്കണം കേട്ടോ. കുരു പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പായിരിക്കും. അങ്ങനെ ഇതെന്നിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സലാഡും ഇവിടെ തയ്യാറായി. ഈ ഒരു സലാഡ് നമുക്ക് നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ എന്താ പറയുക ബിരിയാണിയുടെയൊക്കെ കൂടെ അധികം ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇതവിടെ പപ്പടം കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് ഇതാ ഇവിടെ തയ്യാറായി. നല്ല അടിപൊളി ടേസ്റ്റുള്ള നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ലഞ്ച് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.